അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആ മിക്സിയുടെ ജാറിലേക്ക് തക്കാളി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര വേണ്ടാത്തവർക്ക് പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തക്കാളി ഇതാ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. മീഡിയം സൈസ് തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇനി ഇതിലേക്ക് മുട്ട വേണ്ടാത്തവർക്ക് മുട്ട ഒഴിവാക്കിയിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കോഴി മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കണേ. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക. ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഗ്ലാസിന്റെ അളവാണെന്നുണ്ടെങ്കിൽ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി അളന്നെടുക്കുക. ഇനി ഗോതമ്പ് പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. മാവും ഉപ്പും എല്ലാ ഭാഗത്തും എത്തണം. ഇപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ച തക്കാളിയും മുട്ടയുടെയും കൂട്ടില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കാം. കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പരുവത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കാം. ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ വരുള്ളൂ. ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. എരിവില്ലാത്ത പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. 8 വലിയ അല്ലി വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ വെളുത്തുള്ളിയുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടെടുക്കുകയോ അല്ലെങ്കിൽ ചതച്ചെടുക്കുകയോ ചെയ്യുക. നമ്മളിതിൽ ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി മാത്രമാണ് ചേർക്കുന്നത്. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് വെളുത്തുള്ളിയുടെ നിറമൊക്കെ മാറി ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. ചെറിയ സവാള ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കുക. സവാള എല്ലാം ഒന്ന് വാടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ഒരു 2 നുള്ള് കായപ്പൊടിയും കൂടി ചേർക്കാം. കൂടി പോരുത്, ഒരു 2 നുള്ള് കായപ്പൊടി ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറി കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ലാസ്റ്റിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചൂട് ഒന്ന് മാറുന്നതിന് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയ ചൂടേ ഉള്ളൂ. ഈ ഒരു സമയം 1/2 ലിറ്റർ തൈര് നല്ലതുപോലെ കട്ടകളെല്ലാം ഒരു വിസ്ക് വെച്ചിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അധികം പുളിപ്പില്ലാത്ത തൈര് നോക്കി എടുക്കുക. എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സൈഡ് ഡിഷ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇതിൽ നിന്നും നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് പരത്തില്ലേ, അതുപോലെ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുക്കുക. നമ്മൾ ഉരുട്ടിയെടുത്ത ഒരു ഉരുള മാവ് എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ച് പരത്ത്, എന്നിട്ട് പൊടി മാവിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഗോതമ്പ് പൊടിയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയിൽ കോട്ട് ചെയ്തെടുത്ത മാവ് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതാ റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ ബട്ടറോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലൊരു ലെയർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടിമാവ് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. ഈ മാവ് ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇവിടെയും കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. ഇതിൻ്റെ മുകളിലും കുറച്ച് പൊടിമാവ് വിതറി കൊടുക്കുക. ഈ വശവും ഒന്ന് മടക്കി കൊടുക്കുക. എണ്ണ വേണ്ടെന്നുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയും കുറച്ച് പൊടിമാവ് വിതറാം. ഒന്ന് മടക്കി കൊടുക്കാം. ഈ വശം ഒന്ന് മടക്കി കൊടുക്കുക. വീണ്ടും ഈ വശവും ഒന്ന് മടക്കി കൊടുക്കാം. ഇത് ബോക്സ് പോലെ അത് മടക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പൊടിമാവിട്ട് കൊടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കുക. അപ്പോൾ അതാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. കനം കുറച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തി എടുക്കുന്ന പോലെ അങ്ങ് പരത്തി എടുത്താൽ മതി. ഇനി നമ്മൾ പരത്തിയെടുത്ത മാവ് ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എണ്ണയോ നെയ്യോ ബട്ടറോ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരുപാട് എണ്ണ അങ്ങ് കോരി ഒഴിക്കരുത്, എന്നാൽ പിന്നെ ഇത് കട്ടിയായി പോകും. ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശവും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്യാം. രണ്ട് വശവും തിരിച്ചും മറിച്ചും ഇട്ട് ഇതുപോലെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് വശവും കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ തക്കാളിയും മുട്ടയും വെച്ചിട്ടുള്ള മടക്ക് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഇത് നമുക്ക് സ്നാക്സ് ആയിട്ടും കഴിക്കാം. തക്കാളിയും മുട്ടയൊക്കെ ചേർന്നത് കൊണ്ട് സ്നാക്സ് ആയിട്ടും കഴിക്കാം, അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നഗാട്ടില്ലേ, നല്ല പഞ്ഞ് പോലെ സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല ലെയറോട് കൂടി ഇതാ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ലെയറോട് കൂടിയാണ് ഈ മടക്ക് ചപ്പാത്തി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ ചൂട് മാറിക്കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുട്ടികളൊക്കെ ഇതിന്റെ കളർ കാണുമ്പോൾ അറിയാതെ തന്നെ കഴിച്ചു പോകും. ഇതിന്റെ കൂടെ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ സൈഡ് ഡിഷും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതുപോലെ തക്കാളി മുട്ടയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം മടക്ക് ചപ്പാത്തി തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്